ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം 30-തമോധ്യായഃ 30-ാമത്തെ അധ്യായം. കഴിഞ്ഞ 5 അധ്യായങ്ങൾ കൊണ്ട് പ്രാചീന ബർഹിസിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി 2 അധ്യായം കൊണ്ട് 24-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ് പകുതിയിൽ നിർത്തിയ പ്രചേതസ്സുകളുടെ പിന്നീടുള്ള കഥയാണ് പറയുന്നത്. ഈ 30-ാമത്തെ അധ്യായത്തിൽ പ്രചേതസ്സുകൾ ചെയ്ത തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും രാജ്യഭാരം ഏറ്റെടുത്തതുമൊക്കെയാണ് വിവരിക്കുന്നത്. വിതുര മഹർഷിയുടെ ചോദ്യത്തോടുകൂടെയാണ് തുടങ്ങുന്നത്. 1-ാമത്തെ ശ്ലോകം. യേ ത്വയാഭിഹിത ബ്രഹ്മൻ സുതാഹ പ്രാചീന ബർഹിഷഃ തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാപുഹു പ്രതോഷ്യ കാം. ഹേ ബ്രഹ്മൻ, മൈത്രേയ മഹർഷേ, ത്വയാ അങ്ങയാൽ പ്രാചീന ബർഹിഷഃ പ്രാചീന ബർഹിസിന്റെ സുതാഹ പുത്രന്മാരായിട്ട് യേ യാതൊരുത്തരെ കുറിച്ച് അഭിഹിതാഹ ചൊല്ലപ്പെട്ടിരുന്നുവോ തേ ആ പ്രചേതസ്സുകൾ രുദ്രഗീതേന രുദ്രഗീതം കൊണ്ട് ഹരിം പ്രതോഷ്യ ഭഗവാൻ ശ്രീഹരിയെ പ്രസാദിപ്പിച്ച് കാം സിദ്ധിം ആപുഹു ഏതൊരു സിദ്ധിയെ പ്രാപിച്ചു. രുദ്രഗീതം ജപിച്ചുകൊണ്ട് 10,000 വർഷത്തോളം തപസ് ചെയ്ത പ്രചേതസ്സുകൾക്ക് എന്ത് സിദ്ധിയാണ് ലഭിച്ചത്? ഇങ്ങനെ ചോദിച്ചെങ്കിലും വിതുരർ പറയുകയാണ്, തീർച്ചയായും ഇത്രയും വർഷം രുദ്രഗീതം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച അവർ ബ്രഹ്മസായുജ്യത്തെ പ്രാപിച്ചിട്ടുണ്ടാകണം. എങ്കിലും അതിനു മുൻപ് ഈ ലോകത്തിൽ വെച്ചോ പരലോകത്തിൽ വെച്ചോ ഒക്കെ കിട്ടിയ സിദ്ധിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ഒന്ന് വ്യക്തമാക്കുകയാണ്. 2-ാമത്തെ ശ്ലോകം. കിം ബാർഹസ്പത്യ ഇഹ ബാർഹസ്പത്യേഹ പരത്ര വ അധ കൈവല്യനാഥ പ്രിയ പാർശ്വവർത്തിനഃ ആസാദ്യ ദേവം ഗിരിശം യദൃച്ഛയാ പ്രാപുഹു പരം നൂനമധ പ്രചേതസഃ. ഹേ ബാർഹസ്പത്യ എന്ന് മൈത്രേയ മഹർഷിയെ വിളിക്കുന്നത് ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള അല്ലയോ മഹാത്മൻ എന്ന അർത്ഥത്തിലാണ്. പ്രചേതസഃ പ്രചേതസ്സുകൾ ദേവം ഗിരിശം ഭഗവാനായ ശ്രീരുദ്രനെ യദൃച്ഛയ ആകസ്മികമായി ആ തീർത്ഥക്കുളത്തിൽ വെച്ച് ആസാദ്യ ദർശിച്ചതിന് ശേഷമാണല്ലോ രുദ്രഗീതം ഉപദേശിക്കപ്പെട്ടത്. അങ്ങനെ കൈവല്യനാഥ പ്രിയ പാർശ്വവർത്തിനഃ കൈവല്യത്തെ മോക്ഷത്തെ കൊടുക്കുന്ന നാഥനായ ഭഗവാൻ ശ്രീഹരിയുടെ പ്രിയ പാർശ്വവർത്തിനഃ പ്രിയ സഖാവായ ശ്രീരുദ്രന്റെ അന്തേവാസികളായി ഭവിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ പരം അതിനുശേഷം ബ്രഹ്മസായുജ്യത്തെ പ്രാപുഹു നൂനം തീർച്ചയായും അവർ ബ്രഹ്മസായുജ്യത്തെ പ്രാപിച്ചിരിക്കണം. എങ്കിലും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് അധ അതിനു മുൻപ് ഇഹ ഈ ലോകത്തിൽ വെച്ചോ പരത്രവ മറ്റൊരു ലോകത്തിൽ അതായത് പരലോകത്തിൽ വെച്ചോ കിം പ്രാപുഹു അവിടെ വെച്ച് എന്ത് സിദ്ധിയാണ് കിട്ടിയത് എന്നാണ് എൻ്റെ ചോദ്യം. മൈത്രേയ ഉവാച. 3-ാമത്തെ ശ്ലോകം. പ്രചേതസഃ അന്തരുദധൗ പ്രചേതസോऽന്തരുദധൗ പിതുരാദേശകാരിണഃ ജപയജ്ഞേന തപസാ പുരഞ്ജനമതോഷയത്. പിതുഹു
അച്ഛനായ പ്രാചീന ബർഹിസിന്റെ ആദേശകാരിണഃ ആജ്ഞാനുവർത്തികളായ പ്രചേതസ്സുകൾ അന്തരുദധൗ ഉദധിയുടെ സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് ജപയജ്ഞേന രുദ്രഗീതത്തിന്റെ നിരന്തരമായ ജപത്താൽ, അങ്ങനെ അതൊരു യജ്ഞമായി, ആ യജ്ഞത്തോടുകൂടിയുള്ള തപസ്സിനാലും പുരഞ്ജനം, ഇവിടെ പുരഞ്ജനൻ എന്നതുകൊണ്ട് ഭഗവാൻ ശ്രീഹരിയെ ഉദ്ദേശിക്കുകയാണ്. കാരണം ജീവനെയാണ് പുരഞ്ജനൻ എന്ന് ആ കഥയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവാത്മസ്വരൂപത്തിൽ ഇരിക്കുന്നത് ഭഗവാനാണ്. അങ്ങനെയുള്ള ശ്രീഹരിയെ അതോഷയത് പ്രസാദിപ്പിച്ചു. അപ്പോൾ രുദ്രഗീതത്തിന്റെ നിരന്തരമായ ജപത്താൽ ഭഗവാൻ ശ്രീഹരി പ്രസാദിച്ചു എന്നർത്ഥം. 4-ാമത്തെ ശ്ലോകം. ദശവർഷസഹസ്രാന്തേ പുരുഷസ്തു സനാതനഃ തേഷാം ആവിരഭൂത് കൃച്ഛ്രം ശാന്തേന ശമയൻ രുച. ഈ രുദ്രഗീതം ജപിച്ചുകൊണ്ട് ദശവർഷസഹസ്രം 10,000 സംവത്സരമാണ് അവർ കഴിഞ്ഞത്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാന് തോന്നിയത് ഇനി പ്രത്യക്ഷപ്പെടാം. അങ്ങനെ സനാതനഃ പുരുഷഃ തു, സനാതനനായ ആ പരമപുരുഷൻ തൻ്റെ രുച സ്വകാന്തിയാൽ തേഷാം അവരുടെ കൃച്ഛ്രം അത്രയും കാലത്തെ തപക്ലേശത്തെ മുഴുവൻ ശമിപ്പിച്ചുകൊണ്ട് ശാന്തേന ശുദ്ധ സാത്വിക രൂപത്തോടെ ആവിർഭവിച്ചു. ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോയി എത്ര നേരം നിൽക്കാനും തയ്യാറായിക്കൊണ്ട് അതിനിടയിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് ഒരു ദർശനത്തിനായിട്ടാണ്. അങ്ങനെ ആ ദർശനം കിട്ടുന്ന സമയത്ത് അത്രയും നേരം നിന്നതിൻ്റെ എല്ലാ ക്ലേശങ്ങളും മറന്നു പോകുന്നു. അപ്പോൾ പിന്നെ ഭഗവാനെ നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് 10,000 വർഷം തപസ് ചെയ്തിട്ട് ഉണ്ടായ ക്ലേശത്തെ മുഴുവൻ ഒരു നിമിഷത്തെ ദർശനം കൊണ്ട് നശിപ്പിക്കുന്ന രീതിയിലാണ് ഭഗവാൻ തൻ്റെ ആ കാന്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഗരുഡന്റെ മുകളേറി വന്ന ഭഗവാനെ വർണ്ണിക്കുകയാണ് 5-ാമത്തെ ശ്ലോകം. സുപർണസ്കന്ധം ആരൂഢഃ സുപർണസ്കന്ധമാരൂഢോ മേരുശൃംഗം ഇവ അംബുദഃ പീതവാസ മണിഗ്രീവഃ കുറുവൻ വിതിമിരാ ദിശഃ. സുപർണം എന്നാൽ ഗരുഡൻ. ഗരുഡന്റെ സ്കന്ധം തോളിൽ ആരൂഢഃ കയറിയിരിക്കുന്ന ഭഗവാനെ കാണുമ്പോൾ മേരുശൃംഗം മഹാമേരുവിന്റെ ശിഖരത്തിൽ വന്നിരുന്ന അംബുദഃ നീലമേഘം ഇവ പോലെയായിരുന്നു. ഇവിടെ മഹാമേരു എന്നതുകൊണ്ട് ഗരുഡന്റെ ആ ഗാംഭീര്യത്തെയാണ് സൂചിപ്പിച്ചത്. അവിടെ കാർമേഘം വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ കൂടെ പ്രകാശവും, അങ്ങനെയായിരുന്നു ഭഗവാൻ കാണപ്പെട്ടത്. പീതവാസാഹ മഞ്ഞപ്പട്ടുടുത്ത്, മണിഗ്രീവഹ ഗ്രീവം കഴുത്ത്, കഴുത്തിലെ മണിയാണ് കൗസ്തുഭം. ആ കൗസ്തുഭമണി അണിഞ്ഞ് ദിശഹ വിതിമിരാഹ ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ തിമിരം ഇല്ലാതാക്കി, വിഗതം പോയി. അപ്പോൾ വിതിമിരാഹ ഇരുൾ നീങ്ങിയതാക്കി കുറുവൻ ചെയ്തുകൊണ്ടിരുന്നു. 6-ാമത്തെ ശ്ലോകം. കാശിഷ്ണുന കനകവർണ്ണ വിഭൂഷണേന ഭ്രാജത് കപോലവദനഃ കപോലവദനോ വിലസത് കിരീടഃ അഷ്ടായുധൈഃ അനുചരൈഃ മുനിഭിഃ അഷ്ടായുധൈരനുചരൈർമുനിഭിഃ സുരേന്ദ്രൈഃ ആരാധിതഃ സുരേന്ദ്രൈരാരാധിതോ ഗരുഡ കിന്നര ഗീത കീർത്തിഃ. കാശിഷ്ണുന എന്നാൽ ഒളിവീശുന്ന, കനകവർണം തങ്കനിറം ചേർന്ന, വിഭൂഷണേന ദിവ്യാഭരണത്താൽ ഭ്രാജം തിളങ്ങുന്ന, കപോലവദനഃ കവിൾത്തടത്തോടും മുഖമണ്ഡലത്തോടും കൂടിയവനായി, വിലസത് കിരീടഃ മിന്നിത്തിളങ്ങുന്ന കിരീടത്തോടു കൂടിയവനായി,
അഷ്ടായുധൈഹി 8 വിധത്തിലുള്ള ആയുധങ്ങളോട് കൂടിയവനായി, അനുചരൈഹി തൻ്റെ പാർഷദന്മാരാലും, മുനിഭിഹി മുനിജനങ്ങളാലും, സുരേന്ദ്രൈഹി ദേവപ്രമുഖന്മാരാലും, ആസേവിതഃ അകമ്പടി സേവിക്കപ്പെടുന്നവനായി, ഗരുഡ കിന്നര ഗീത കീർത്തിഹി ഗരുഡനും കിന്നരന്മാരും ഒക്കെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവനായി ഭവിച്ച ആ ഭഗവാനെയാണ് പ്രചേതസ്സുകൾ കാണുന്നത്. 7ാമത്തെ ശ്ലോകം. പീന ആയത അഷ്ടഭുജ മണ്ഡല മധ്യലക്ഷ്മ്യ, പീനായത അഷ്ടഭുജ മണ്ഡല മധ്യലക്ഷ്മ്യ സ്പർദ്ധശ്രിയാ പരിവൃതഃ, പരിവൃതോ വനമാലയാദ്യഃ, വനമാലയാദ്യ ബർഹിഷ്മതഃ പുരുഷഃ ആഹ സുതാൻ പ്രപന്നാൻ പർജന്യനാദരുതയാ സഘൃണ അവലോകഃ, സഘൃണാവലോകഃ. പീനം എന്നാൽ തടിച്ചത്, ആയതം നീണ്ടത്. ഇങ്ങനെ തടിച്ച് ഉരുണ്ട് നീണ്ട അഷ്ടഭുജം, 8 ഭുജങ്ങളുടെ മധ്യത്തിലായിട്ട്, അഷ്ടഭുജ മണ്ഡല മധ്യം, മധ്യലക്ഷ്മ്യ അവിടെയാണ് ലക്ഷ്മീദേവി വിളയാടുന്നത്. അങ്ങനെ വിളയാടുന്നത് കൊണ്ട് തന്നെ ആ മാറിടത്തിന് പ്രത്യേക ശോഭയുണ്ട്. എന്നാൽ ആ ശോഭയോട് സ്പർദ്ധിക്കുന്ന വിധത്തിൽ, സ്പർദ്ധശ്രിയ സ്പർദ്ധിക്കുന്ന ശോഭയോടുകൂടി തിളങ്ങുന്ന വനമാലയ, വനമാല. അപ്പോൾ ഭഗവാന്റെ മാറിടത്തിനാണോ ഭംഗി, വനമാലയ്ക്കാണോ ഭംഗി എന്ന ഒരു സ്പർദ്ധ അവിടെ നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ എല്ലാം കൊണ്ടും ശോഭയോടുകൂടിയ പരിവൃതഃ, ഇങ്ങനെ വനമാലയാൽ പരിവേഷ്ടിതനായിരിക്കുന്ന ആദ്യ പുരുഷഃ, പുരാണ പുരുഷനായിട്ടുള്ള ഭഗവാൻ, പ്രപന്നാൻ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന, ബർഹിഷ്മതഃ പ്രാചീന ബർഹിസിന്റെ സുതാൻ പുത്രന്മാരായ ആ പ്രചേതസ്സുകളോട്, സഘൃണ അവലോകഃ കൃപാകടാക്ഷ വീക്ഷണത്തോടുകൂടിയവനായിട്ട്, പർജന്യനാദം, പർജന്യം എന്നാൽ മേഘഗർജനം പോലെ അത്രയും ഗംഭീരമായ വാണി, നാദം, ഭഗവാന്റെ സുന്ദരമായ നാദം ഇടിമുഴക്കത്തിന് സമാനമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ശബ്ദത്താൽ ഭഗവാൻ ഇപ്രകാരം ആഹ അരുളി ചെയ്തു. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. 8ാമത്തെ ശ്ലോകം. വരം വൃണീധ്വം ഭദ്രം വോ വഹ യൂയം മേ നൃപനന്ദനാഃ, സൗഹാർദ്ദേന അപൃഥക് ധർമാഃ തുഷ്ടഃ അഹം, സൗഹാർദ്ദേന അപൃഥക് ധർമാസ്തുഷ്ടോഹം സൗഹൃദേന വഹ. ഹേ നൃപനന്ദനാഃ രാജകുമാരന്മാരെ, വഹ ഭദ്രം നിങ്ങൾക്ക് നന്മ വരട്ടെ, യൂയം നിങ്ങൾ, മേ എന്നോട്, വരം വൃണീധ്വം വരത്തെ വരിച്ചുകൊള്ളുക, സൗഹാർദ്ദേന സുഹൃത് ഭാവത്താൽ, അപൃഥക് ധർമാഃ പരസ്പരം വ്യത്യാസമില്ലാത്ത ധർമാചാരങ്ങളോടുകൂടി വർത്തിക്കുന്ന രാജപുത്രന്മാരെ, നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടെയാണ് എന്നെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള വഹ നിങ്ങളുടെ സൗഹൃദേന ആ മൈത്രീ ഭാവത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിൽ അഹം തുഷ്ടഃ ഞാൻ സന്തുഷ്ടനാണ്. നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊള്ളുക. ഇനി പ്രചേതസ്സുകളുടെ ഈ മൈത്രീഭാവത്തെ ഭഗവാൻ അനുമോദിച്ചുകൊണ്ട് ഒരനുഗ്രഹവും കൂടെ കൊടുക്കുകയാണ് ഈ ജനങ്ങൾക്ക്. ഇത് കേൾക്കുന്ന ആളുകൾക്കാണ് കൊടുക്കുന്നത്. 9ാമത്തെ ശ്ലോകം. യഹ അനുസ്മരതി, യോ അനുസ്മരതി സന്ധ്യായാം യുഷ്മാൻ അനുദിനം, യുഷ്മാൻ അനുദിനം നരഃ തസ്യ ഭ്രാതൃഷു ആത്മസാമ്യം, ഭ്രാതൃഷ്വാത്മസാമ്യം തഥാ ഭൂതേഷു സൗഹൃദം. യഹ നരഃ യാതൊരു മനുഷ്യനാണോ, അനുദിനം ദിനം തോറും, സന്ധ്യായാം സന്ധ്യാസമയങ്ങളിൽ, യുഷ്മാൻ പ്രചേതസ്സുകളായ നിങ്ങളേവരെയും, അനുസ്മരതി അനുസ്മരിക്കുന്നത്, തസ്യ അങ്ങനെ ഒരാൾക്ക്, അങ്ങനെ ഒരാൾ അനുസ്മരിച്ചാൽ അവന്, അവന്റെ ഭ്രാതൃഷു സഹോദരന്മാരിൽ, ആത്മസാമ്യം
തന്നോട് എങ്ങനെ സ്നേഹമുണ്ടോ, അവനവനോട് എങ്ങനെ സ്നേഹമുണ്ടോ, അതേ സ്നേഹം സഹോദരന്മാരോടും ഉണ്ടാകുന്നതാണ്. അതുമാത്രമല്ല തഥാ ഭൂതേഷു, അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളോടും സൗഹൃദം, ഒരു മൈത്രീഭാവവും ഉണ്ടാകും. അപ്പോൾ പ്രചേതസ്സുകളുടെ ആ ഐക്യ മനോഭാവത്തെയാണ് ഭഗവാൻ ആദ്യം അനുമോദിച്ചത്. ഇങ്ങനെ പ്രചേതസ്സുകളെ കുറിച്ച് ആലോചിച്ച് അവരെ സ്മരിക്കുന്നവർക്കും ഇതേ ഭാവമുണ്ടാകുമെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഇനി രുദ്രഗീതം ജപിക്കുന്നത് കൊണ്ടുള്ള ഫലശ്രുതിയെ കുറിച്ച് ഭഗവാൻ തന്നെ പറയുകയാണ്. 10ാമത്തെ ശ്ലോകം. യേതു മാം രുദ്രഗീതേന സായം പ്രാതഃ സമാഹിതാഃ സ്തുവന്തി അഹം സ്തുവന്ത്യഹം കാമവരാൻ ദാസ്യേ പ്രജ്ഞാം ച ശോഭനാം. യേതു യാതൊരുവരാണോ പ്രാതഃ സായം രാവിലെയും വൈകുന്നേരവും സമാഹിതാഹ ഏകാഗ്രചിത്തരായി, അതായത് ചൊല്ലുന്നത് എന്താണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മറ്റൊന്നിലും ശ്രദ്ധ പോകാതെ രുദ്രഗീതേന രുദ്രഗീതം കൊണ്ട് മാം സ്തുവന്തി എന്നെ സ്തോത്രം ചെയ്യുന്നത് അവർക്ക് അഹം ഞാൻ കാമവരാൻ എല്ലാ അഭീഷ്ടവരങ്ങളെയും ശോഭനാം പ്രജ്ഞാം ച തെളിവാർന്ന ബുദ്ധിയെയും ദാസ്യേ നൽകുന്നതാണ്. എല്ലാറ്റിനും ചില കണ്ടീഷൻ വെക്കുന്നത് വെറുതെ അല്ല. കാരണം ഏത് സ്തോത്രം ചൊല്ലുമ്പോഴും ആ ചൊല്ലിത്തീരുന്നതുവരെ മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അത്രയും ഭക്തി ഉറച്ച് ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കി അത് ഉള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് ഏകാഗ്രചിത്തരായി രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നവർക്കാണ് ഈ ഫലശ്രുതി. 11ാമത്തെ ശ്ലോകം. യത് യൂയം പിതുഃ ആദേശം അഗ്രഹീഷ്ട പിതുരാദേശം അഗ്രഹീഷ്ട മുദാന്വിതാഹ അധോ, അത് ഹേതുവായിട്ട് വഹ നിങ്ങളുടെ ഉശതീ കീർത്തി കമനീയമായ യശസ് ലോകാൻ അനു ലോകങ്ങളെ തുടർന്നുകൊണ്ട് ഭവിഷ്യതി നിലനിൽക്കുന്നതാണ്. പിതാവിൻ്റെ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ വന്ന് തപസ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ കീർത്തി ത്രിലോകങ്ങളിലും പരക്കുന്നതാണ്. 12ാമത്തെ ശ്ലോകം. ഭവിതാ വിശ്രുതഃ പുത്രഃ അനവമഃ പുത്രോ അനവമോ ബ്രഹ്മണഃ ബ്രഹ്മണോ ഗുണൈഃ യഃ ഏതാം ആത്മവീര്യേണ ത്രിലോകീം പൂരയിഷ്യതി. ഗുണൈഹി ഗുണങ്ങൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ ബ്രഹ്മണഃ ബ്രഹ്മാവിൽ നിന്ന് അനവമഃ ഒട്ടും താഴെയല്ലാത്ത ഒരുവിധം ബ്രഹ്മാവിൻ്റെ ഗുണങ്ങളും ഒത്തുചേർന്ന വിശ്രുതഃ പുത്രഃ വിഖ്യാതനായ മകൻ ഭവിത നിങ്ങൾക്കുണ്ടാകുന്നതാണ്. യഹ യാതൊരുവൻ ആത്മവീര്യേണ ആ മകൻ തൻ്റെ സന്തതി പരമ്പരയെ കൊണ്ട് ഏതാം ത്രിലോകീം ഈ 3 ലോകത്തെയും പൂരയിഷ്യതി നിറയ്ക്കുന്നതായിരിക്കും. ഈ ഭൗതിക ലോകത്ത് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പദവികളോ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ്. നല്ല അച്ഛനമ്മമാർക്ക് ജനിക്കുക, നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുക, നല്ല മക്കളുണ്ടാവുക, ഇതാണ് ഭൗതിക ലോകത്ത് നമുക്ക് ആത്യന്തികമായ ഒരു സന്തോഷത്തെ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അനുഗ്രഹം കൊടുക്കുന്നത് ബ്രഹ്മാവിന് തുല്യനായിട്ടുള്ള ഒരു മകൻ തന്നെ നിങ്ങൾക്ക് ജനിക്കും. ആ മകനിൽ നിന്ന് ഇവിടെ സന്തതി പരമ്പരകൾ, പിന്നീട് നിങ്ങളുടെ ആ വംശ പരമ്പര ഈ ലോകം മുഴുവൻ നിറയുന്നതാണ് എന്നൊരു അനുഗ്രഹവും കൊടുക്കുന്നു. ഇനി ആരെ വിവാഹം കഴിക്കണം എന്നുകൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. 13ാമത്തെ ശ്ലോകം. കണ്ടോഹോ പ്രമ്ലോച്ഛയാ ലബ്ധാ കന്യാ കമലലോചന താം ച അപവിദ്ധാം
ജഗൃഹുഹു ഭൂരുഹ ജഗൃഹുർഭൂരുഹ നൃപനന്ദനാഹ. ഹേ നൃപനന്ദനാഹ, അല്ലയോ രാജകുമാരന്മാരെ, കണ്ടോഹോ, കണ്ടു മുനിയിൽ നിന്ന്, പ്രംളോചയ, പ്രംളോച എന്ന അപ്സര സ്ത്രീയാൽ, ലബ്ധ നേടിയെടുക്കപ്പെട്ട, കമലലോചന കന്യ സുന്ദരിയായ ഒരു പെൺകിടാവുണ്ട്. എന്നാൽ അവളെ ജനിച്ച ഉടനെ അമ്മ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ അപവിദ്ധാം, അമ്മയാൽ പരിത്യക്തയായ താം, അവളെ, ഒരുപക്ഷെ അച്ഛനും അവളെ നോക്കിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള താം, അവളെ, ആ മകളെ, ഭൂരുഹാഹ വൃക്ഷദേവതകൾ, ജഗൃഹുഹൂച്ച ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുമുനിയിൽ നിന്ന് നേടിയെടുത്തത് എന്ന് പറഞ്ഞത് കണ്ടുമുനിയുടെ തപസ് മുടക്കുവാൻ വേണ്ടി ദേവന്മാർ പറഞ്ഞയച്ച അപ്സര സ്ത്രീയാണ് പ്രംളോച. അങ്ങനെ തപോനാശം നേരിട്ട ആ മുനിയിൽ നിന്ന് ഒരു പെൺകുഞ്ഞുണ്ടായി. അങ്ങനെ അവൾ സ്വകൃത്യം നിറവേറ്റി. അവൾ എന്തിനാണോ വന്നത് അത് നടന്നു. അത് കഴിഞ്ഞ് അവൾ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ആ കന്യകയെ ഈ വനദേവതമാരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വൃക്ഷദേവതകൾ വളർത്തി വന്നതുകൊണ്ട് ആ കന്യകയ്ക്ക് വാർഷി എന്ന പേരും സിദ്ധിച്ചു. അപ്പോൾ പ്രചേതസ്സുകൾ എല്ലാവരും കൂടി അവളെ വിവാഹം ചെയ്യണം എന്നാണ് ഭഗവാൻ അവരോട് നിർദ്ദേശിച്ചത്. 14-ാമത്തെ ശ്ലോകം. ക്ഷുച്ഛാമായാഹ മുഖേ രാജാ സോമഃ പീയൂഷവർഷിണീം ദേശിനീം രോദമാനായ നിദധേ സഹ ദയാന്വിതഃ. രാജ, വൃക്ഷങ്ങളുടെയും ഔഷധികളുടെയും ഒക്കെ രാജാവ് സോമനാണ്, ചന്ദ്രനാണ്. ചന്ദ്രനിൽ നിന്നുള്ള ആ രസമാണ് വൃക്ഷങ്ങളെ പരിപോഷിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ പുനർജന്മം ഉണ്ടാകുന്നതും അങ്ങനെയാണ്. ചന്ദ്രമണ്ഡലത്തിൽ നിന്നാണ് ഓരോ സൂക്ഷ്മ ശരീരവും ഭൂമിയിലേക്ക് എത്തുന്നതും. അങ്ങനെ ആ വൃക്ഷവുമായി കൂടിച്ചേർന്ന് ആ സൂക്ഷ്മ ശരീരം ഏതൊരു പുരുഷനിലേക്കാണോ ഭക്ഷണമായി എത്തുന്നത്, ആ പുരുഷനിൽ നിന്നാണ് പിന്നീട് പുതിയ ജീവൻ പുറത്തേക്ക് വരുന്നത്. ഇത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ വൃക്ഷ ഔഷധികളുടെ രാജാവായ സഹ സോമഃ, ആ സോമൻ, ക്ഷുച്ഛാമായാഹ വിശന്ന് തളർന്ന് കരഞ്ഞ, രോദമാനായാഹ കരഞ്ഞിരുന്ന ആ കന്യകയുടെ മുഖേ വായിൽ, പീയൂഷവർഷിണീം അമൃത് ചൊരിയുന്ന, ദേശിനീം തൻ്റെ ചൂണ്ടുവിരൽ, ദയാന്വിതഃ ദയാസമയത്തനായിട്ട്, നിദധേ വെച്ചുകൊടുത്തു. അമ്മയുടെ മുലപ്പാൽ നുണയേണ്ട സമയത്ത് ഒന്നും കിട്ടാതെ വിശന്ന് കരഞ്ഞ ആ കുഞ്ഞിന് അമൃത് പൊഴിയുന്ന തൻ്റെ ചൂണ്ടുവിരലാണ് സോമൻ ഇട്ടുകൊടുത്തത്, സോമൻ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അമൃത് നുണഞ്ഞവൾ ആകയാൽ അവൾക്ക് സ്വേദ ദുർഗന്ധാദികളൊന്നും ഇല്ല, വിയർപ്പുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ദുർഗന്ധം ശരീരത്തിനുണ്ടാവുകയില്ല എന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 15-ാമത്തെ ശ്ലോകം. പ്രജാവിസർഗഃ ആദിഷ്ടാഃ പിത്രാ മാം അനുവർത്തത, മാം അനുവർത്തത തത്ര കന്യാം വരാരോഹാം താം ഉദ്വഹത, താം ഉദ്വഹത മാ ചിരം. മാം എന്നെ അനുവർത്തത ഭജിച്ചുകൊണ്ടിരിക്കുന്ന, പിത്ര നിങ്ങളുടെ പിതാവിനാൽ. അപ്പോൾ പ്രാചീന ബർഹിസ് കൊട്ടാരം വിട്ടുപോയ സമയമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ പിതാവ് നിങ്ങളിലൂടെ ഇവിടെ പ്രജാപാലനം നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ പ്രജാവിസർഗേ സന്താനോത്പാദനാർത്ഥം ആദിഷ്ടാഹ പിതാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടവരായ നിങ്ങൾ, തത്ര അതിനുവേണ്ടി, വരാരോഹാം ശ്രേഷ്ഠയായ സുന്ദരിയായ, താം കന്യാം ആ കന്യകയെ, ഉദ്വഹത വിവാഹം ചെയ്യുക, മാ ചിരം കാലതാമസം അരുത്. ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി, ഇനിയും കാലതാമസം അരുത് എന്നുകൂടെ ഭഗവാൻ പറയുകയാണ്. ഇവിടെ 10 പേർക്കും കൂടെ ഒരു ഭാര്യയോ എന്ന ഒരു സംശയം വരികയാണെങ്കിൽ അതിന് ഭഗവാൻ പറയുന്ന ഉത്തരം ഇതാണ്.
16-ാമത്തെ ശ്ലോകം. അപൃഥക് ധർമ്മശീലാനാം സർവേഷാം വഹ സുമധ്യമ അപൃഥക് ധർമ്മശീലാ ഇയം ധർമ്മശീലേയം ഭൂയാത് പത്നി അർപ്പിതാശയ. അപൃഥക് ധർമ്മശീലാനാം, അന്യോന്യം വ്യത്യസ്തമല്ലാത്ത ധർമ്മവും സ്വഭാവവും പുലർത്തിപ്പോരുന്ന വഹ നിങ്ങൾക്ക്. നിങ്ങൾ 10 ശരീരമാണെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവങ്ങൾക്ക് ഇത്രയും സാമ്യതയും. അങ്ങനെയുള്ള വഹ സർവേഷാം, നിങ്ങൾക്കെല്ലാവർക്കും അപൃഥക് ധർമ്മശീല, അതേ ധർമ്മശീലത്തോടുകൂടിയ, നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ധർമ്മവും സ്വഭാവവും ഉള്ള സുമധ്യമ, സുന്ദരിയായ ഇയം ഇവൾ, അർപ്പിതാശയ, തുല്യാനുരാഗമെഴുന്ന പത്നിയായിട്ട് ഭൂയാത്, അങ്ങനെ ഭവിച്ചുകൊള്ളട്ടെ. 17-ാമത്തെ ശ്ലോകം. ദിവ്യവർഷ സഹസ്രാണാം സഹസ്രം അഹതൗജസഃ സഹസ്രമഹതൗജസഃ ഭൗമാൻ ഭോക്ഷ്യധ ഭോഗാൻ വൈ ദിവ്യാൻ ച അനുഗ്രഹാത് മമ ദിവ്യാശ്ചാനുഗ്രഹാൻ മമ. ദിവ്യവർഷ സഹസ്രാണാം, 1000 ദിവ്യവർഷങ്ങളുടെ സഹസ്രം, 1000ത്തോളം കാലം. അതായത് മനുഷ്യന്റെ ഒരു വർഷം എന്നത് ദേവന്മാർക്ക് ഒരു ദിവസമേ ആകുന്നുള്ളൂ. അങ്ങനെയുള്ള ദേവന്മാരുടെ 1000 വർഷം, അതിൻ്റെ 1000ത്തോളം കാലം. എന്നാൽ അത്രയും അധികം, ഇത്ര എന്നൊരു കണക്ക് പറയാൻ പറ്റില്ല, അത്രയധികം ദേവവർഷത്തോളം കാലം മമ അനുഗ്രഹാത്ത്, എൻ്റെ അനുഗ്രഹത്താൽ, അഹതൗജസഹ, ഒരു തരത്തിലുള്ള തേജോഹാനിയും സംഭവിക്കാത്ത നിങ്ങൾ, ഭൗമാൻ, ഭൂമിയിലുള്ളവയും മാത്രമല്ല, അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദേവലോകത്തൊക്കെ പോകാൻ സാധിക്കും. അങ്ങനെ ദിവ്യാൻ ച ഭോഗാൻ വൈ, ദേവലോകത്ത് ലഭിക്കുന്നതുമായ എല്ലാ ഭോഗങ്ങളെയും നിങ്ങൾക്ക് ഭോക്ഷ്യത, അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് കാലം നിങ്ങൾ ജീവിച്ചാലും. ഇവിടെ ഭഗവാൻ ആദ്യമേ തന്നെ സന്യസിക്കൂ എന്ന് പറയുന്നില്ല. കാരണം ആദ്യം നമ്മൾ എല്ലാ സുഖവും അനുഭവിക്കണം. സുഖം അനുഭവിച്ചിട്ട് മാത്രമേ നമുക്കതിൽ നിന്നൊരു വിരക്തി സംഭവിക്കുകയുള്ളൂ. അല്ലാതെ പണമില്ലാത്ത ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഉള്ള അവസ്ഥയിൽ ഒരാൾക്കും വിരക്തി സംഭവിക്കുകയില്ല. അങ്ങനെ വിരക്തി വന്നു എന്നത് ഒരു തോന്നൽ മാത്രമായിരിക്കും. സാഹചര്യം വരുമ്പോൾ ആഗ്രഹം പുറത്തേക്ക് വരും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഭഗവാനോട് എല്ലാ സൗഭാഗ്യങ്ങൾക്കും തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ആദ്യം ജീവിക്കണം. എന്നിട്ടാണ് ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല എന്ന് തോന്നേണ്ടത്. അല്ലാതെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെ എനിക്ക് അതൊന്നും ലഭിക്കില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഇതിനോടൊക്കെ വിരക്തിയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കപട വിരക്തി മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. പണം സമ്പാദിക്കാം, എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നന്നായി ജീവിക്കുക. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞിട്ട് വേണം സന്യാസത്തിലേക്ക് വരാൻ. അതാണ് 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അധ മയി അനപായിന്യ ഭക്ത്യ പക്വഗുണാശ്രയാഃ ഉപയാസി അധ ഉപയാസ്യഥ മദ്ധാമ നിർവിദ്യ നിരയാദതഃ. അധ, ഇങ്ങനെ ഭോഗങ്ങളെല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് മയി, എന്നിലുള്ള അനപായിന്യാ ഭക്തിയ, അചഞ്ചലമായ ഭക്തി കൊണ്ട് പക്വഗുണാശ്രയ, അകത്തുള്ള കാമാദിമാലിന്യങ്ങൾ വെന്തെരിഞ്ഞു പോയവരായ നിങ്ങൾ, അതഹ, ഈ ലോകദ്വയങ്ങളിലെയും, 2 ലോകത്തെയും സുഖങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞു, ആ 2ഇടത്തെയും നിരയാത്ത്, നരകതുല്യ ഭോഗത്തിൽ നിന്ന്,
കാരണം ഭോഗം എന്നത് ആദ്യമൊക്കെ നമുക്ക് രസമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാക്കി വേണം വിരക്തിയിലേക്ക് വരാൻ. അങ്ങനെ അതുകൊണ്ടാണ് അതിനെ നരകതുല്യ ഭോഗം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഭോഗത്തിൽ നിന്ന് നിർവിദ്യ, വിരക്തിയാർന്നിട്ട് അവസാനം മദ്ധാമ, എൻ്റെ പരമധാമത്തെ ഉപയാസ്യഥ, പ്രാപിക്കുന്നതാണ്. ആദ്യം എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾ അനുഭവിക്കൂ എന്ന അനുഗ്രഹമാണ് കൊടുക്കുന്നത്. പക്ഷെ അവസാനം നിങ്ങൾക്ക് എന്നിലേക്ക് എത്തിച്ചേരാനുള്ള വിരക്തിയും സംഭവിക്കും. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.